1964 മരണപ്പെട്ട ജവഹർലാൽ നെഹ്റു 2024 വരെ അസ്വസ്ഥപ്പെടുത്തുന്നു എന്നുള്ളത് ആ മനുഷ്യന്റെ പ്രസക്തിയായി തന്നെ ഞാൻ വിലയിരുത്തുന്നു. അതവിടെ നിൽക്കട്ടെ. നെഹ്റുവിൻ്റെ ജനാധിപത്യത്തെ പറ്റി അങ്ങ് ചോദ്യം ചോദിക്കുമ്പോൾ ഒറ്റവാക്കിൽ മറുപടി, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അത് ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഒറ്റവാക്കിൽ മറുപടി, ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയുടെ പേര് ജവഹർലാൽ നെഹ്റു എന്നായതുകൊണ്ട് മാത്രമാണ് അതിനും ശേഷം അദ്ദേഹം മരിച്ച് ഏതാണ്ട് 7 പതിറ്റാണ്ടുകൾക്കിപ്പുറം BJPയുടെ പ്രതിനിധിയായിട്ട് സന്ദീപ് വാര്യർക്കും CPMന്റെ പ്രതിനിധിയായിട്ട് സനോജിനും മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായിട്ട് KM ഷാജിക്കും മാധ്യമ സ്ഥാപനമായ അഭിലാഷിനുമൊക്കെ ഈ ചർച്ച സംഘടിപ്പിക്കുവാൻ കഴിയുന്നത്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയുടെ പേര് നരേന്ദ്ര ദാമോദർദാസ് മോദി ആയിരുന്നുവെങ്കിൽ, അബദ്ധത്തിലെങ്കിലും ആയിരുന്നുവെങ്കിൽ വേറൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഈ രാജ്യത്ത് ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ് നെഹ്റുവിൻ്റെ ജനാധിപത്യ മൂല്യത്തിലെ ഒന്നാമത്തെ കാര്യമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഈ ഭേദഗതിയെ പറ്റി പറയുമ്പോൾ, സർ, നിങ്ങൾ കുറേ ഭേദഗതികൾ കൊണ്ടുവരുന്നുണ്ടല്ലോ, ഞങ്ങളെ ഒന്ന് കൺവിൻസ് ചെയ്യാമോ? നിങ്ങൾ പൗരത്വത്തെ ഭേദഗതി ചെയ്തു. പൗരത്വത്തെ ഭേദഗതി ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ രാജ്യത്തിന് കൊണ്ടുവന്ന സംഭാവന എന്താണ്? ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി മുന്നിൽ നിന്ന ജനറലിന് പൗരത്വം നഷ്ടമായി എന്നല്ലാതെ ആ പൗരത്വ ഭേദഗതി നിയമം കൊണ്ട് ഈ രാജ്യത്തിനുണ്ടായ നേട്ടം എന്താണ്, സർ? ഏറ്റവും ഒടുവിൽ നടത്തിയ ഒരു ഭേദഗതി പറയട്ടെ. അങ്ങ് തെരഞ്ഞെടുപ്പിനെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ. തെരഞ്ഞെടുപ്പിനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം, ഞങ്ങൾ 2 തവണ ജയിച്ചു, ജനങ്ങളുടെ മാൻഡേറ്റ് കൊണ്ടാണ് ഞങ്ങൾ ഈ തോന്നിയാസങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇതേ വാചകം പണ്ട് പറഞ്ഞ ആളുടെ പേര് അഡോൾഫ് ഹിറ്റ്ലർ എന്നാണ്. അന്ന് അഡോൾഫ് ഹിറ്റ്ലറും തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ട് തന്നെയാണ് ജർമ്മനിയുടെ ഭരണാധികാരിയായിട്ട് വരുന്നത്. പിന്നെ ഞാൻ താങ്കളോട് എനിക്ക് ഒരു കാര്യത്തിനകത്ത് ഈ അഡോൾഫ് ഹിറ്റ്ലർ ഫാൻസിനോട് ഞാൻ മാപ്പ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, മോദിയെയും ഹിറ്റ്ലറിനെയും താരതമ്യപ്പെടുത്തി എന്നുള്ളത് ഹിറ്റ്ലർ ഫാൻസിനോട് ഞാൻ മാപ്പ് ചോദിക്കാൻ ആഗ്രഹിക്കുക. കാരണം താങ്കൾ സൂചിപ്പിച്ചതുപോലെ അഡോൾഫ് ഹിറ്റ്ലർ ഏറ്റവും ചുരുങ്ങിയത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഭരണഘടനാപരമായിട്ട് അതൊന്ന് പരാമർശിക്കുകയെങ്കിലും ചെയ്തു. എന്നാൽ നിങ്ങൾ അപ്രഖ്യാപിതമായി, അവിടെ പോലും നിങ്ങൾ ഭരണഘടനയെ വിശ്വാസത്തിൽ എടുക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ അപ്രഖ്യാപിതമായി ഈ രാജ്യത്തെ പൗരന് മുകളിലേക്ക് അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിക്കുന്നത്. വന്നിട്ട് ആണോ ഈ വർത്തമാനം പറയുന്നത്? അങ്ങ് പറയുകയാണ് അടിയന്തരാവസ്ഥയുടെ കാലത്ത് LK അദ്വാനി പറഞ്ഞിരുന്നു അത്രേ. എന്താ പറഞ്ഞത്? മാധ്യമങ്ങളോട് ഇരിക്കാനേ പറഞ്ഞുള്ളൂ, അപ്പോൾ കിടക്കുകയാണെന്ന്. അപ്പോൾ അർണബ് ഗോസ്വാമി എന്താ കുഴി കുടിച്ച് താഴെ കിടക്കുകയാണോ സാർ നിങ്ങളുടെ കാലത്ത്? അതല്ലേ ഈ രാജ്യത്ത് ഇന്നത്തെ കാലത്ത് മാധ്യമ സ്ഥാപനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി? നിങ്ങളെ എതിർക്കുന്ന മാധ്യമ സ്ഥാപനങ്ങൾ BBC ഒരു ഡോക്യുമെൻ്ററി കൊണ്ടുവന്നതിൻ്റെ പേരിൽ കൊച്ചുകുട്ടികളൊക്കെ പിണങ്ങി ഞാൻ കൊടുത്ത സാധനം തിരിച്ചു വാങ്ങിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ, ആ കുട്ടികളി പോലെ BBC എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നേർക്ക് റെയ്ഡ് നടത്തിയ ആളുകളല്ലേ ഇവിടെ വന്നിരുന്നിട്ട് വലിയ വായിൽ മാധ്യമ സ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്നത്? അതിനെപ്പറ്റിയൊന്നും നമ്മൾ സംസാരിക്കാതിരിക്കുന്നതായിരിക്കും തൽക്കാലത്തെ ലക്ഷ്യത്തിൽ നല്ലത്. പിന്നെ ഞാൻ ചോദിക്കുന്നത്, വേറൊരു ഭേദഗതി നിങ്ങൾ കൊണ്ടുവന്നു. ഇതുപോലെ ഭേദഗതികളുടെ കാലത്ത് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തെരഞ്ഞെടുക്കുന്ന സമിതിക്കകത്ത് നിങ്ങളൊരു ഭേദഗതി കൊണ്ടുവന്നു. എന്താ ഭേദഗതിയുടെ പ്രസക്തി? ഇത്ര കാലം നാളിതുവരെ എന്തായിരുന്നു അതിൻ്റെ ശൈലി? അതിനകത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എന്നിവരടങ്ങിയിരുന്ന പാനലിനെ മാറ്റി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ മാറ്റിയിട്ട് നിങ്ങൾ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെ ഉൾപ്പെടുത്തുകയാണ്. ആ ഭേദഗതി കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ടുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പൊല്യൂട്ട് ചെയ്തിട്ട് വന്നിരുന്നിട്ടാണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ പറ്റിയൊക്കെ പ്രസംഗിക്കുന്നതെന്ന് താങ്കളൊന്ന് ഓർത്താൽ നല്ലതായിരിക്കും. പിന്നെ നിങ്ങളുടെ ഈ ഭരണത്തെ പറ്റി പറഞ്ഞല്ലോ, ഈ ഭരണത്തിൽ ഇനി പോട്ടെ, നിങ്ങൾ അപരവൽക്കരണവും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇന്ന് ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ച ശ്രീ സനോജ് സൂചിപ്പിച്ചതുപോലെ റൂൾ 193 രാജ്യത്തെ അടിയന്തരമായ ഘട്ടങ്ങൾ നടപ്പാക്കേണ്ടുന്ന ഒരു പ്രമേയം ഇന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടുകയാണ്. എന്താണ് കാര്യം? രാമക്ഷേത്രം അയോധ്യയിൽ ബാബറി മസ്ജിദ് എന്ന് പറയുന്ന ഈ രാജ്യത്തെ ബാബറി മസ്ജിദ് തകർത്തുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ മതേതരത്വത്തിന് നേർക്കേറ്റ ഏറ്റവും വലിയ കളങ്കമായി, ഏറ്റവും വലിയ അടിയായി ആ മിനാരത്തെ തകർത്തതിൻ്റെ ശേഷം വന്ന അമ്പലത്തിന് ഐക്യപ്പെടുവാൻ വേണ്ടി ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് ഇതെല്ലാം ചെയ്തതെന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രമേയം പാസ്സാക്കുന്ന ദിവസമല്ലേ ഇത്? എന്തിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ്? ജനുവരി 26 ഈ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക്കായ ദിനത്തേക്കാൾ പ്രധാനപ്പെട്ടത് ജനുവരി 22 ആണ് എന്ന് മാറ്റി സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ നിങ്ങളുടെ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ റൂൾ 193 പോലും ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അത്തരത്തിലുള്ള ചെറുതും വലുതുമായ എല്ലാ ശ്രമങ്ങളെയും ഞങ്ങൾ പോരാടി തോൽപ്പിക്കുക തന്നെ ചെയ്യും.